ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ എങ്ങനെയാണ് ഡാമേജ് വരുന്നതെന്നാണ്. അത് സംഭവിക്കാറുണ്ട്. ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണിക്കുന്ന ഡിവൈസിൽ അതൊരു റീചാർജബിൾ ലൈറ്റാണ്. ആ റീചാർജബിൾ ലൈറ്റിൻ്റെ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് പോയി. അതൊരു ഹൈ വോൾട്ടേജ് വന്നിട്ടാണ് അത് കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് പോയത്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ആ പൊട്ടിത്തെറിച്ച് പോയ കപ്പാസിറ്ററാണത്. അതിൻ്റെ 100 മ്യു 50 വോൾട്ടേജാണ് 50 കാണുന്നത്. 100 മ്യു 50 വോൾട്ടേജാണ് അതിൻ്റെ റേറ്റിംഗ് വരുന്നത്. അതിനേക്കാൾ ഹൈ ആയിട്ടൊരു വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകും. ചില കപ്പാസിറ്റർ ഓൾറെഡി അതിൻ്റെ സെൻറ്ററിൽ കാണിക്കുന്ന ആ ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിനനുസരിച്ച് ബൾജ് ചെയ്ത് പുറത്തേക്കാണ് സാധാരണ വരാറ്. ഇതിപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് വന്നതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഡബിൾ ഫേസ് കയറി വരികയോ അല്ലെങ്കിൽ ഷോർട്ട് ആവുകയോ ചെയ്താൽ സർക്യൂട്ട് ഷോർട്ട് ആവുകയോ ചെയ്താൽ ഡയറക്റ്റ് വന്നിട്ടുണ്ടാവും. 230 വോൾട്ട് AC ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഹൈ ആയിട്ട് ആ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് പോയി. ആ കപ്പാസിറ്ററിൻ്റെ അകത്തിരുന്ന പൊസിഷനാണത്. ആ കപ്പാസിറ്റർ ഓൾറെഡി അവിടെയാണ് ഇരുന്നത്, ആ പൊസിഷനിലാണ് ഇരുന്നത്. അത് ഓൾറെഡി അത്രയും ഹൈ വോൾട്ടേജ് വന്നപ്പോൾ അതിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒരു കേസാണ്. അലൂമിനിയം കേസ് വെച്ചിട്ട് അത് ഉരുകിയിട്ട് പൊട്ടിത്തെറിച്ച് അതിൻ്റെ അകത്തേക്ക് തന്നെ വീണു. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു തുണി പോലത്തെ ചെറിയ മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ കപ്പാസിറ്ററിൻ്റെ എങ്ങനെയാണ് നമുക്ക് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വെച്ചാൽ കാണിക്കുന്നത്. ഇത് ഒരു 100 മ്യു 100 വോൾട്ടേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കപ്പാസിറ്ററിൻ്റെ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ ഇലക്ട്രോണിക് കപ്പാസിറ്റർ അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് 50 വോൾട്ടേജ് ആയിരുന്നു. 100 മ്യു തന്നെ 50 വോൾട്ടേജ് ആയിരുന്നു. ഈ സർക്യൂട്ടിൽ കാണിക്കുന്നത് 100 മ്യു തന്നെ അത് 100 വോൾട്ടേജാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കപ്പാസിറ്റർ തന്നെയാണ്, ചെറിയ ടൈപ്പ് കപ്പാസിറ്റർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആ കപ്പാസിറ്ററും റേറ്റിംഗ് ഉണ്ട്. എല്ലാത്തിനും കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല ഹൈ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററുകൾ ഇടാനും സർക്യൂട്ടുകൾ പ്രശ്നം ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു അതിൻ്റെ അത് 68 മ്യു 80 വോൾട്ടേജ് 50 വോൾട്ടേജ് 50 കാണിച്ചിരിക്കുന്നത്. 50 വോൾട്ടേജ് അടുത്ത കപ്പാസിറ്റർ അതിൻ്റെയും ഇതുപോലെ തന്നെ കറക്റ്റ് റേറ്റിംഗ് കറക്റ്റായിട്ട് കാണിക്കും. ഇത് വേറെ ടൈപ്പ് കപ്പാസിറ്റർ, അതായത് സാധാരണ ഹൈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ഉപയോഗിക്കുന്നത് ഹൈ വോൾട്ടേജാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ 200 വോൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് 330 മ്യു 200 വോൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആ ടൈപ്പ് കപ്പാസിറ്ററുകൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റും. 400 അതായത് 470 മ്യു 200 വോൾട്ട് വരെ മാക്സിമം നമുക്ക് അതിൻ്റെ അകത്ത് ഫിൽട്രേഷൻ കാര്യങ്ങൾ നടക്കും. ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് മുകളിലേക്ക് വന്ന കപ്പാസിറ്റർ ഇതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാനും അതുപോലെ തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. കപ്പാസിറ്റർ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. ഇത് 2200 മ്യു 16 വോൾട്ടേജ് കപ്പാസിറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ നിസ്സാരമായിട്ട് കാണേണ്ട. അത് ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു എക്സ്പ്ലോഷൻ ലെവലിലേക്ക് തന്നെ കപ്പാസിറ്റർ ഹൈ ലെവലിൽ പൊട്ടിത്തെറിക്കും. അത്രയും ഒരു ചെറിയ രീതിയിലുള്ള എക്സ്പ്ലോഷൻ വരുന്ന രീതിയിൽ തന്നെ ഹൈ ലെവലിൽ തന്നെ ഭയങ്കര സൗണ്ടോട് കൂടി തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ സർക്യൂട്ടുകളിൽ TV അതുപോലെയുള്ള സാധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന TV ഇലക്ട്രോണിക്സ് ഉപകരണം വരുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ പൊട്ടിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് എവിടെയാണോ കുറച്ച് ഗ്ലാസ് പോലുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളുള്ള ഡിവൈസസുകളാണെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ കേസ് ഭയങ്കര മുകളിലേക്ക് പൊട്ടിത്തെറിച്ച് അത് ചെല്ലുന്ന സ്ഥലം ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത്രയും എക്സ്പ്ലോഷൻ ലെവലിൽ തന്നെ കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കും. അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് 200 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫ്രണ്ട്സ്.